ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സെക്കൻഡ് സെമസ്റ്ററിലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ നെക്സ്റ്റ് ചാപ്റ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ അഥവാ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾക്ക് ക്ലാസ് എടുക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്കറിയാം എന്താണ് മാർക്കറ്റിംഗ് എന്നും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ വിവിധ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രൈസിങ്, പ്രോഡക്റ്റ്, അങ്ങനെ എല്ലാ വശങ്ങളെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇൻ വാട്ട് ഈസ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലുള്ള ആക്ടിവിറ്റീസ് എന്നതിനൊക്കെ കുറിച്ചാണ്. ഏതൊക്കെ തരത്തിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നടത്താം, അഥവാ അഡ്വർടൈസിങ് ഏതൊക്കെ രൂപത്തിൽ നടത്താം എന്നുള്ള എല്ലാ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മാർക്കറ്റിംഗ് ഓർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ? It refers to the means adopted by the companies to convey messages about the products and the brands they sell either directly or indirectly to the customers with the intention to persuade them to purchase. ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസസിനെ കുറിച്ചോ അവരുടെ ബയ്യേഴ്സിനെ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവരുടെ കൺസ്യൂമേഴ്സിനെ ഇൻഫോർമേഷൻ നൽകുന്ന അല്ലെങ്കിൽ അത് മേടിക്കാനായിട്ട് അതിനെ പ്രേരിപ്പിക്കുന്ന ആ ഒരു മെസ്സേജസ്, അതിനെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്പനിക്ക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ വാല്യൂ ടു ദ പ്രോഡക്റ്റ്. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻ, അതായത് പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് ഇത് കൺസ്യൂമേഴ്സിന് നൽകും. ഹെൽപ്സ് ടു മീറ്റ് കോമ്പറ്റീഷൻ. നമ്മൾക്കറിയാം മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നല്ല കോമ്പറ്റീഷൻ നടക്കുന്നതാണ് മോഡേൺ മാർക്കറ്റിംഗ് സംവിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, വിത്തൗട്ട് പ്രോപ്പർ marketing communication, we can meet or we can compete with our competencies. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മൾക്ക് നല്ലൊരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഹെൽപ്പ് ടു മീറ്റ് കോമ്പറ്റീഷൻ, ക്രിയേറ്റ്സ് ഡിമാൻഡ്. വിത്തൗട്ട് ഡിമാൻഡ് അവർ കമ്പനി കാൻ സർവൈവ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ഡിമാൻഡ്, ഹെൽപ്സ് ടു ക്രിയേറ്റ് പവർഫുൾ ബ്രാൻഡ് ആൻഡ് ലീഡ്സ് ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ് ഈസ് കമ്പോണൻസ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. വാട്ട്സ് ദ കമ്പോണൻസ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ? 4 P's എന്തെന്നുള്ളത് കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. എന്തൊക്കെയാണ് 4 P's? പ്രൊമോഷൻ, പ്രോഡക്റ്റ്, പ്രൈസ് ആൻഡ് പ്ലേസ്. ഇത് തന്നെയാണ് ഇറ്റ്സ് കൺസിഡേർഡ് ആസ് കമ്പോണൻസ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇത് തന്നെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ കമ്പോണൻസ്. ഏതൊക്കെയാണ്? പ്രൊമോഷൻ, പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്. അതിൽ പ്രൊമോഷൻ എന്തെന്ന്? പ്രൊമോഷൻ ഈസ് എ പ്രോസസ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് എയിംസ് ടു ഇൻഫോം, persuade and influence people. It includes all those activities which aim at creating and stimulating demand. നമ്മുടെ പ്രോഡക്റ്റിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് അതിനെയെല്ലാം നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊമോഷൻ. എന്തൊക്കെയായിരിക്കും പ്രൊമോഷൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഇറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ. ആർക്ക്? കസ്റ്റമേഴ്സിന് ഇൻഫോർമേഷൻ, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച്, നമ്മുടെ സർവീസസിനെ കുറിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബയ്യേഴ്സിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ടു പെർസ്യൂഡ് കസ്റ്റമേഴ്സിൽ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ടു ഡിഫറൻഷിയേറ്റ് ദ പ്രോഡക്റ്റ്, നമ്മുടെ കോമ്പറ്റീറ്ററുടെയും നമ്മുടെയും പ്രോഡക്റ്റുകൾ തമ്മിൽ
ഡിഫറൻഷ്യേറ്റ് വ്യത്യസ്ത എന്തൊക്കെയാണ് ഉള്ളത് അതിനെപ്പറ്റി പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ടു റിമൈൻഡ് കൺസ്യൂമേഴ്സ് വാട്ട് പ്രൊമോഷൻ ഹെൽപ്പ് ടു കീപ് ദ ബ്രാൻഡ് നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് പ്രോഡക്റ്റ് മേടിക്കുന്നത് നമ്മളൊരു മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള ബ്രാൻഡ് നെയിം നോക്കിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് മേടിക്കുന്നത്. പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഹെൽപ്പ് ടു ബിൽഡ് ഓർ റിമൈൻഡ് കൺസ്യൂമേഴ്സ് ദെയർ ബ്രാൻഡ് നെയിം, ടു ബിൽഡ് ബ്രാൻഡ് ലോയൽറ്റി, ടു ഇൻക്രീസ് സെയിൽസ്. നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. Then next is what is marketing communication mix or promotional mix? A combination of various tools used for marketing communication is called marketing communication mix or promotion mix. Promotion mix includes all those activities which are undertaken to promote the sale of goods and services. പ്രൊമോഷണൽ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രോഡക്റ്റ് മിക്സിനെ കുറിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. അതിൽ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഓർ പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ടൂൾസ് യൂസ്ഡ് ഫോർ എ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് വെറൈറ്റി ടൂൾസിനെയാണ് പ്രൊമോഷണൽ മിക്സ് എന്ന് പറയുന്നത്. There are two types of promotional blends, push blend and pull blend. നമ്മൾ ഒരുപാട് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്, അതിനെയാണ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനെയാണ് പ്രൊമോഷണൽ ബ്ലെൻഡ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പുഷ് ബ്ലെൻഡ്. എന്താണ് പുഷ് ബ്ലെൻഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് പുഷിംഗ് ദ പ്രോഡക്ട്സ് ടു ദ കൺസ്യൂമേഴ്സ് ത്രൂ ഇൻ്റർമീഡിയറീസ് ആൻഡ് സെയിൽസ് ഫോഴ്സ്. ഇൻ്റർമീഡിയറീസിനെ വെച്ചിട്ടും അതേപോലെ തന്നെ സെയിൽസ് ഫോഴ്സ്, റീറ്റെയിലർ, ഹോൾസെയിലേഴ്സിനെ വെച്ചിട്ടും നമ്മൾ പ്രോഡക്റ്റിനെ പുഷ് ചെയ്യുക. കൺസ്യൂമർ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റിനെ പുഷ് ചെയ്യുന്നതിനാണ് പുഷ് ബ്ലെൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പുൾ ബ്ലെൻഡ്. എന്താണ് പുൾ ബ്ലെൻഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇംപേഴ്സണൽ സെല്ലിംഗ്. അത് പേഴ്സണൽ ആയിട്ടുള്ള സെല്ലിംഗ് അല്ല. റീറ്റെയിലർ നമ്മൾക്ക് പേഴ്സണലായിട്ട് പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ പുഷ് ബ്ലെൻഡിൽ ഇറ്റ് ഈസ് ആൻ ഇംപേഴ്സണൽ സെല്ലിംഗ്, വിച്ച് മീൻസ് നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെ, നമ്മുടെ പരസ്യത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പരിചയപ്പെടുത്തലിലൂടെ, ഒരു ഹെവി ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിലൂടെ, സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ പ്രോഡക്റ്റിനെ പുഷ് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ പുൾ ചെയ്യുന്നതിനാണ് പുൾ ബ്ലെൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഇംപേഴ്സണൽ സെല്ലിംഗ്. ദ പ്രൊഡ്യൂസർ അട്രാക്ട്സ് ദ കൺസ്യൂമർ ടുവേർഡ്സ് ദ പ്രോഡക്ട്സ് ത്രൂ ഹെവി അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷണൽ ക്യാമ്പയിൻ. നെക്സ്റ്റ് ഈസ് എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലുള്ള എലമെൻറ്റ്സ്? ഫസ്റ്റ് വൺ ഈസ് അഡ്വർടൈസിങ്. നമ്മൾക്കറിയാം എന്താണ് അഡ്വർടൈസിങ് എന്നുള്ളത്. ഈസ് ആൻ ഇംപേഴ്സണൽ മെത്തേഡ് ഓഫ് പ്രൊമോഷൻ. ഒരു പേഴ്സണൽ ആയിട്ടുള്ള മെത്തേഡല്ല, ഇറ്റ് ഈസ് ആൻ ഇംപേഴ്സണൽ മെത്തേഡാണ്. ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലുള്ള ഇംപേഴ്സണൽ മെത്തേഡാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ നിന്ന് തന്നെ അറിയാം, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതലായിട്ടും ഡിമാൻഡ് കുറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് കോമ്പറ്റീറ്റേഴ്സ് കൂടുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെയിൽസ് പ്രൊമോഷൻ. അഡ്വർടൈസിനേക്കാളും പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻ എന്നതിനെ കുറിച്ച് പറയുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഇറ്റ്സ് എ മോഡേൺ ഫോം ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ദ പ്രോഡക്റ്റ് മെസ്സേജ് ഈസ് നോർമലി അഡ്രസ് ടു സ്പെസിഫിക് പേഴ്സൺ റാദർ ദാൻ ദ ജനറൽ പബ്ലിക്. ഒരു ജനറൽ പബ്ലിക് എന്നുള്ള കൺസെപ്റ്റിനേക്കാളും ഓരോ ഇൻഡിവിജ്വലിനും വേണ്ട രൂപത്തിൽ ഒരു ഇൻഡിവിജ്വലിനെ അഡോപ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഒരു ജനറൽ പബ്ലിക്കിനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതിലുപരിയായിട്ട് ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ആക്ടിവിറ്റി. നെക്സ്റ്റ് ഈസ് ഇവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. നമ്മൾ എക്സിബിഷനിലൂടെ അതുപോലെ തന്നെ ഇവൻറ്റ്സിലൂടെ
നമ്മുടെ പ്രോഡക്റ്റിനെ, നമ്മുടെ സർവീസിനെ പരിചയപ്പെടുത്തുക. നെക്സ്റ്റ് ഈസ് ഓൺലൈൻ മാർക്കറ്റിംഗ് ആൻഡ് മൊബൈൽ മാർക്കറ്റിംഗ്. ഇമെയിലിലൂടെ അല്ലെങ്കിൽ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്ത് സോഷ്യൽ മീഡിയകളിലൂടെയെല്ലാം മാർക്കറ്റ് ചെയ്യുന്ന എലമെൻസിനെയാണ് നമ്മൾ ഓൺലൈൻ ആൻഡ് മൊബൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൊമോഷൻ മിക്സ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആ ഒരു പ്രൊമോഷണൽ മിക്സ് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റി തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നേച്ചർ. നമ്മൾക്കറിയാം നമ്മൾക്ക് കൂടുതലായിട്ട് ഡിമാൻഡുള്ള പ്രോഡക്റ്റിനാണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കുറച്ച് ഉപയോഗിച്ചാൽ അഡ്വർടൈസിംഗ് ഇസ് മോർ യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് ഫ്രീക്വൻ്റ്ലി പർച്ചേസ്ഡ് കൺസ്യൂമേഴ്സ് സച്ച് ആസ് സോപ്സ് ആൻഡ് ടൂത്ത്പേസ്റ്റ്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് മോർ യൂസ്ഡ് ടു ഇൻ ദ കേസ് ഓഫ് കോംപ്ലക്സ് ആൻഡ് ടെക്നിക്കൽ നേച്ചർ. നമ്മൾ കൂടുതലായിട്ട് പേഴ്സണൽ സെല്ലിങ്ങും അതേപോലെ തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ടെക്നിക്കലായിട്ടുള്ള പ്രോഡക്റ്റിനായിരിക്കും. അത് കൂടുതലായിട്ട് കൺസ്യൂമേഴ്സ് ഇല്ലാത്ത ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് നമ്മൾ അഡ്വർടൈസിങ് ഈസ് മോർ യൂസ്ഫുൾ. നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടാർഗറ്റ് മാർക്കറ്റ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കറ്റ്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ, എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ, അല്ലെങ്കിൽ എത്രത്തോളം മത്സരം ഉണ്ട് നമ്മുടെ പ്രോഡക്റ്റിന്, എത്രത്തോളം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട്. നെക്സ്റ്റ് ഇസ് പ്രൊമോഷണൽ ബഡ്ജറ്റ്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൈസ് സ്ട്രാറ്റജി, കോസ്റ്റ് ഓഫ് പ്രൊമോഷണൽ ടൂൾസ്. നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. നമ്മളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചു എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്നുള്ളത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്? കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ബിറ്റ്വീൻ ഓർ എമംഗ് ടു ഓർ മോർ പേഴ്സൺസ്. ഒരു രണ്ടിൽ കൂടുതൽ ആളുകൾക്കിടയിൽ മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ നമ്മളുടെ ഐഡിയ കൺവേ ചെയ്യുന്നതിനാണ്, കൈമാറപ്പെടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഫസ്റ്റ് സെൻഡറാണ്, നമ്മളിത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സെൻഡർ, ആരാണോ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരിൽ നിന്നാണ് തുടങ്ങുന്നത്, അവരെയാണ് സെൻഡർ എന്ന് പറയുന്നത്. സെൻഡർ ഒരു മെസ്സേജ് ഉണ്ടാക്കുന്നു, എൻകോഡ് ചെയ്യുന്നു, കോഡ് ചെയ്യപ്പെടുന്നു. ദെൻ മെസ്സേജ് ചാനൽ, ഏത് ചാനലിലൂടെയാണോ പോകുന്നത് അത് ഡീകോഡർ. ദെൻ റിസീവർ, ആരാണോ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെസ്സേജ് ഒരാളിൽ നിന്ന് തുടങ്ങി, ഒരു കമ്പനിയിൽ നിന്ന് തുടങ്ങി ടാർഗറ്റ് മാർക്കറ്റിൽ ഒരു കൺസ്യൂമറിലേക്ക് എത്തുന്നു. അത് ഏതൊക്കെ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നു? നമ്മൾ TV യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റേഡിയോ യൂസ് ചെയ്യാം, ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം, മാഗസിൻസ് യൂസ് ചെയ്യാം. ഇതെല്ലാമാണ് നമ്മുടെ ചാനൽസ്. അത് റിസീവ് ചെയ്യുന്നവർ എത്രത്തോളം റിസീവ് ചെയ്തു, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഏതൊക്കെ കാര്യങ്ങൾ അവർ റിസീവ് ചെയ്തു, അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെ അവർ ആ പ്രോഡക്റ്റ് മേടിക്കുന്നതിലാണ് ഫീഡ്ബാക്ക്. അല്ലെങ്കിൽ നമ്മൾക്ക് മേടിച്ചിട്ടില്ലെങ്കിൽ, ഒരു പ്രോഡക്റ്റ് അവർ മേടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവരുടെ നീഡ് ആ ഒരു പ്രോഡക്റ്റിലല്ല എന്നുള്ളതും മനസ്സിലാക്കാം. നെക്സ്റ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്രൊമോഷണൽ പ്ലാൻസ്. എങ്ങനെ നമ്മൾ പ്രൊമോഷണൽ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ സ്റ്റെപ്സാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എ പ്രൊമോഷണൽ ക്യാമ്പയിൻ ബിഗിൻസ് വിത്ത് സെറ്റിംഗ് ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ടു ബി അച്ചീവ്ഡ്. എന്താണ് അച്ചീവ് ചെയ്യുന്നത് അത് ഫസ്റ്റ് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഐഡൻറ്റിഫൈങ് ദ ടാർഗറ്റ് മാർക്കറ്റ്. നമ്മളുടെ മാർക്കറ്റ്, നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക. ഡെവലപ്പിംഗ് പ്രൊമോഷണൽ ബഡ്ജറ്റ്. എന്നതിന് ശേഷം പ്രൊമോഷണൽ ബഡ്ജറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. പ്രൊമോഷണൽ ബഡ്ജറ്റ് എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പഠിക്കുന്നുണ്ട്. പ്രൊമോഷണൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈമിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റ്.
എത്ര തുക ഉപയോഗിക്കാം, എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, ആ ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പ്രൊമോഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ചൂസിങ് എ മെസ്സേജ്. ഒരു എഫക്റ്റീവ് നമ്മൾ ടാർഗറ്റ് ചെയ്ത മാർക്കറ്റിലേക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ള മെസ്സേജ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ പരസ്യം അല്ലെങ്കിൽ നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ചൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈസ് സെലക്ട് ദ മീഡിയ മിക്സ്. ഏതൊക്കെ മീഡിയയിലൂടെയാണ് നമ്മൾ നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ പോവേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ആളുകളിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്ത മാർക്കറ്റിലേക്ക് എത്തേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. നെക്സ്റ്റ് ഈസ് മെഷറിങ് ദ എഫക്റ്റീവ്നെസ്. നമ്മളിപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു, അതിനുശേഷം ടാർഗറ്റ് മാർക്കറ്റിനെ മനസ്സിലാക്കി നമ്മളെ പ്രൊമോഷണൽ ബഡ്ജറ്റ് ഡെവലപ്പ് ചെയ്തു, അതിനുശേഷം ഒരു മെസ്സേജ് ചൂസ് ചെയ്തു, ഒരു പ്രൊമോഷണൽ മിക്സ് ഡിറ്റർമിൻ ദ പ്രൊമോഷണൽ മിക്സ്. നെക്സ്റ്റ് സെലക്ട് ഇൻ ദ മീഡിയ. നമ്മൾ മീഡിയ സെലക്ട് ചെയ്തു, അതിനുശേഷം മെഷറിങ് ദ എഫക്റ്റീവ്നെസ്. നമ്മൾ നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റിയുടെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുക. മോഡിഫൈങ് ദ ഡേ ടു ഡേയിൽ ഓർ പീരിയോഡിക്കലി നമ്മുടെ പ്രൊമോഷണൽ ക്യാമ്പയിൻ മോഡിഫൈ ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ 8 സ്റ്റെപ്സാണ് പ്രൊമോഷണൽ പ്ലാനിലുള്ളത്. നെക്സ്റ്റ് ഈസ് അഡ്വർടൈസിങ്. എന്താണ് അഡ്വർടൈസിങ്? വാട്ട് ഈസ് അഡ്വർടൈസിങ്? Advertising is a mass communication of information intended to persuade buyers as to maximize profit. നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അഡ്വർടൈസിങ് എന്നത്. ഒരു മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഒരു ജനറൽ പബ്ലിക്കിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റിയാണ് മാസ് അഡ്വർടൈസിങ്. Advertising is a mass communication of information intended to persuade buyers as to maximize profit. What is the features of advertising? It is a paid form of communication. നമ്മൾക്കറിയാം അഡ്വർടൈസിങ് എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അഡ്വർടൈസ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. അത് ഒരു പെയ്ഡ് ഫോം, നമ്മൾ ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് എ നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ ഓഫ് മെസ്സേജ്. ഇത് കൂടുതലായിട്ട് പേഴ്സണലായിട്ടല്ല, ജനറൽ പബ്ലിക്കിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് അഡ്രസ് ടു ദ ജനറൽ പബ്ലിക്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് പേഴ്സ്യൂഡ്. ഇത് നമ്മുടെ ബയ്യേഴ്സിന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് ഓഡിയൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടി, അവരെ പ്രോഡക്റ്റ് മേടിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇറ്റ് ഐഡൻറ്റിഫയബിൾ വിത്ത് സ്പോൺസർ ഓർ അഡ്വർടൈസർ. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിങ്. ടു ക്രിയേറ്റ് ഡിമാൻഡ് ഫോർ എ ന്യൂ പ്രോഡക്റ്റ്. പുതിയ പ്രോഡക്റ്റിന്, ഇപ്പോൾ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പുതിയ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിനാണെങ്കിൽ ആ ഒരു ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടോ ആ ഒരു പ്രോഡക്റ്റിന് ആ ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ആ ഡിമാൻഡ്, ഇപ്പോഴുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയെല്ലാമാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു സെയിൽസ്മാൻ ഡീലർ ഇൻ സെല്ലിംഗ് ദ പ്രോഡക്റ്റ്. സെയിൽസ്മാനിനെയും ഡീലേഴ്സിനെയും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്? ഇൻക്രീസ് ചെയ്യാൻ, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ടു ബിൽഡ് ബ്രാൻഡ് പ്രിഫറൻസ് ടു ദ പ്രോഡക്റ്റ്. കൂടുതലായിട്ട് പരസ്യം ചെയ്യുന്നത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ റിമൈൻ ചെയ്തിട്ട് എടുക്കുന്നത്. അതിൻ്റെ ഒരു ബ്രാൻഡ് പ്രിഫർ ചെയ്യാൻ കൺസ്യൂമേഴ്സ് ഓർ ബയേഴ്സ് കൂടുതലായിട്ട് ബ്രാൻഡ് പ്രിഫറൻസ് ചെയ്യാൻ സഹായിക്കും. ടു എഡ്യൂക്കേറ്റ് കൺസ്യൂമേഴ്സ് അബൌട്ട് ദ പ്രോഡക്റ്റ്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് കൺസ്യൂമേഴ്സ് അബൌട്ട് ദ പ്രോഡക്റ്റ്. നമ്മുടെ കൺസ്യൂമേഴ്സിന് നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. പ്രോഡക്റ്റ് അഡ്വർടൈസിങ്. Next is product advertising, institutional advertising, commercial advertising,
ഇമോഷണൽ അഡ്വർടൈസിങ് ആൻഡ് ഗവൺമെൻറ് അഡ്വർടൈസിങ്. നമുക്കറിയാം പ്രോഡക്റ്റ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് അഡ്വർടൈസിങ് ഈസ് എ ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ് യൂസ്ഡ് ബൈ ദ അഡ്വർടൈസർ ടു ക്രിയേറ്റ് ഡിമാൻഡ് ഫോർ ഹിസ് പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രോഡക്റ്റ് അഡ്വർടൈസിങ്. പ്രോഡക്റ്റ് അഡ്വർടൈസിങ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രൈമറി അഡ്വർടൈസിങ് ആണ് സെലക്റ്റീവ് അഡ്വർടൈസിങ്. നെക്സ്റ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വർടൈസിങ്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഗുഡ് വിൽ ഓഫ് എ ഫോം ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പബ്ലിക്. ഈ അഡ്വർടൈസിങ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ ഗുഡ് വിൽ പബ്ലിക്കിനിടയിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഈസ് കൊമേഴ്ഷ്യൽ അഡ്വർടൈസിങ്. കൊമേഴ്ഷ്യൽ അഡ്വർടൈസിങ് ഈസ് അണ്ടർടേക്കൺ ടു സെൽ ദ പ്രോഡക്റ്റ് ഓർ ഐഡിയാസ് ടു ഇൻക്രീസ് ദ സെയിൽസ് വോളിയം. സെയിൽസ് വോളിയം, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൻ്റെ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും ടു സെൽ ദ പ്രോഡക്റ്റ് ഓർ ഐഡിയാസ് ടു ഇൻക്രീസ് ദ സെയിൽസ് വോളിയം എന്നതിനെയാണ് കൊമേഴ്ഷ്യൽ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇമോഷണൽ അഡ്വർടൈസിങ്. നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഓരോ മനുഷ്യൻ്റെയും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ട് അഡ്വർടൈസ് ചെയ്യുന്നതിനാണ് ഇമോഷണൽ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇമോഷണൽ അഡ്വർടൈസിങ് ഈസ് യൂസ്ഡ് ടു അപ്പീൽ ദ ഇമോഷണൽ ഫീലിങ്സ് ഓഫ് ദി പ്രോസ്പെക്റ്റീവ് ബയേഴ്സ്. സച്ച് അഡ്വർടൈസ്മെൻറ്റ് ഹൈലൈറ്റ് ഫീലിങ്സ് സച്ച് ആസ് ബ്യൂട്ടി, ലവ്, ഫിയർ എക്സെട്ര. നമ്മുടെ സൗന്ദര്യത്തെയും മറ്റുള്ളതിനെല്ലാം കാണിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അഡ്വർടൈസിങ് ചെയ്യുന്നതിനാണ് ഇമോഷണൽ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഗവൺമെൻറ് അഡ്വർടൈസിങ്. ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ബൈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊമോട്ട് പബ്ലിക് അവയർനെസ് റിലേറ്റിംഗ് ടു ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് പൊല്യൂഷൻ. നമ്മൾക്കറിയാം നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ പൊല്യൂഷൻസിനെ കുറിച്ച് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, എയ്ഡ്സിനെ കുറിച്ച്, ലഹരിയെക്കുറിച്ചൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണാറുണ്ട്. അതിനെയാണ് ഗവൺമെൻറ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്ലാസിഫൈഡ് അഡ്വർടൈസിങ്. Classified advertising means refers to advertisement given in newspaper and magazine under specific headings. നമ്മൾക്കറിയാം മാട്രിമോണിയലായിട്ട്, കല്യാണ ആവശ്യത്തിനായിട്ട്, അതുപോലെ തന്നെ വാക്കൻസീസ്, കോളേജസ് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിൻ്റെ വാക്കൻസീസൊക്കെ പത്രങ്ങളിലും മാഗസിനിലൊക്കെ നമ്മളൊക്കെ കാണാറുണ്ട്. അതിനെയാണ് നമ്മൾ ക്ലാസിഫൈഡ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റീജിയണൽ അഡ്വർടൈസിങ്. റീജിയണൽ അഡ്വർടൈസിങ് മീൻസ് ഒരു പ്രത്യേക റീജിയനെ മാത്രം നമ്മൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്ന പരസ്യത്തെയാണ് റീജിയണൽ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മാസ് അഡ്വർടൈസിങ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ് വിച്ച് അപ്പീൽസ് ദ മാസസ്. സെയിം മെസ്സേജ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ഓൾ ദ പീപ്പിൾ. ഒരു ജനറൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കില്ല, ഒരു മാസ്സായിട്ട് ഒരേ പരസ്യം തന്നെ എല്ലാവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മാസ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റേജസ് ഓഫ് സയൻറ്റിഫിക് അഡ്വർടൈസിങ്, സ്റ്റെപ്സ് ഇൻ അഡ്വർടൈസിങ് പ്രോസസ്സ്. അഡ്വർടൈസിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സിനെ കുറിച്ചാണ്. It refers to advertising which is uses scientific approach. It is properly planned advertising based on consideration of all factors relevant for its success. നമ്മുടെ അഡ്വർടൈസിങ് അല്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസിന് സയൻറ്റിഫിക് അഡ്വർടൈസിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് സയൻറ്റിഫിക് അപ്രോച്ച്. ഇറ്റ് ഇസ് പ്രോപ്പർലി പ്ലാൻഡ്. നമ്മളുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാം എന്തായിരിക്കും? പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ട് ഒരു ഡോക്യുമെൻറ്റിനനുസരിച്ചായിരിക്കും. ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിങ് അഡ്വർടൈസ്മെൻറ്റ് ഗോൾ. നമ്മളെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡിറ്റർമിൻ ദ അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റ്. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റിനെ കുറിച്ച് എത്രത്തോളം എമൗണ്ട് നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഏത് മുതൽ ഏത് വരെ ഒരു പെർട്ടിക്കുലർ പീരീഡ് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രിപ്പയറിങ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കോപ്പി തയ്യാറാക്കുക. നമ്മൾ പരസ്യം ചെയ്യുന്നതിന് മുമ്പ്, അതായത് പബ്ലിക്കിലേക്ക് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? After setting the goals and deciding the budget, the advertiser prepare the advertisement message. Advertisement message നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക.
ദിസ് മെസ്സേജ് പ്രസൻറ്റഡ് ടു ദ കൺസ്യൂമേഴ്സ് ഈസ് കോൾഡ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി. ആ ഒരു മെസ്സേജിനെ, ആ ഒരു നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു മെസ്സേജിനെയാണ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെലക്ടിങ് ദ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് ഏതിലൂടെയാണ് നമ്മുടെ ഈ അഡ്വർടൈസ്മെൻറ്റ് പോവേണ്ടത് എന്നതിനെക്കുറിച്ച് ആ ഒരു മീഡിയ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മീഡിയ റെഫേഴ്സ് ടു ദ വെഹിക്കിൾ ത്രൂ വിച്ച് ദ മെസ്സേജസ് റീച്ച് പ്രോസ്പെക്റ്റീവ് ബയ്യേഴ്സ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ബയ്യേഴ്സിലേക്ക് ഏത് രൂപത്തിൽ നമ്മൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. ദിസ് സ്റ്റേജ് റെഫേഴ്സ് ടു ദ ആക്ച്വൽ എക്സിക്യൂഷൻ ഓഫ് ദി അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം. നമ്മുടെ ആക്ച്വൽ അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. മെഷറിങ് ദ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ്. നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത്. മെഷറിങ് ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് എഫക്റ്റീവ്നെസ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി? അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഡ്വർടൈസ്മെൻറ്റ് കോപ്പി റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ഫോം ഓഫ് ദ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ്. നമ്മൾ എന്താണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ബയ്യേഴ്സിന് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള കോപ്പിയെയാണ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന്. ഇറ്റ് ഈസ് ദ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് പ്രസൻറ്റഡ് ഇൻ ദ വിസിബിൾ ഓർ ഓഡിബിൾ ഫോം. നമ്മൾ വിസിബിൾ ആയിട്ടുള്ള ഫോമിലും ഓഡിബിൾ ആയിട്ടുള്ള ഫോമിലും നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കോപ്പിയെ, ഒരു ഫിസിക്കൽ കോപ്പിയെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് മീഡിയ. വാട്ട് ഈസ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ? നമുക്കറിയാം, അഡ്വർടൈസ്മെൻറ്റ് മീഡിയ മീൻസ് ത്രൂ വിച്ച് ദ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് ഈസ് കൺവേഡ് ടു ദ പബ്ലിക്. ഏത് മീഡിയയിലൂടെയാണ് നമ്മൾ നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെയാണ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത്. ഇത് ചിലപ്പം ഇറ്റ് ഈസ് ദ വെഹിക്കിൾ ദാറ്റ് ക്യാരീസ് ദ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് ടു ദ പ്രോപ്പർ സെലക്ഷൻ ഓഫ് ദ മീഡിയ എനേബിൾസ് ദ അഡ്വർടൈസ്മെൻറ്റ് ടു അച്ചീവ് ദ നമ്മൾ പ്രോപ്പറായിട്ടുള്ള, നമ്മൾ ഇപ്പോൾ ടെലിവിഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ടെലിവിഷൻ എല്ലായിടത്തും പോസിബിൾ ആണെങ്കിൽ മാത്രമാണ് നമ്മളുടെ മെസ്സേജ് എല്ലായിടത്തും എത്തുന്നത്. അങ്ങനെ ഏത് മീഡിയയിലൂടെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ആണ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സെലക്ഷൻ ഓഫ് മീഡിയ. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നൽകുന്ന മീഡിയ സെലക്ട് ചെയ്യുന്നതിൽ നമ്മളെ ബാധിക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നേച്ചർ. നെക്സ്റ്റ് ഈസ് എക്സ്റ്റെൻറ്റ് ഓഫ് കവറേജ്. എത്രത്തോളം നമ്മൾക്ക് കവർ ചെയ്യാനുണ്ട്, നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് എത്ര വലുതാണ്. നെക്സ്റ്റ് ഈസ് ക്ലാസ് ഓഫ് കൺസ്യൂമേഴ്സ്. നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ക്ലാസ് ഈസ് മീഡിയം, ഏത് ക്ലാസ്സിൽ, അപ്പർ ക്ലാസ്സിലാണോ, മിഡിൽ ക്ലാസ്സിലാണോ, ലോവർ ക്ലാസ്സിലാണോ എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് അഡ്വർടൈസിങ് മെസ്സേജ്. ക്വാളിറ്റി ഓഫ് മെസ്സേജ് അനദർ ഫാക്ടർ ടു ബി കൺസിഡേർഡ്. ഈ കളർഫുൾ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ TV തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഓഡിയോ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ റേഡിയോ തിരഞ്ഞെടുക്കും. അപ്പോൾ എത്രത്തോളം നമ്മളുടെ ഈ അഡ്വർടൈസിങ് മെസ്സേജ് അത്രത്തോളം ആണ്, എങ്ങനെയാണ് എന്നുള്ളതും. നേച്ചർ ഓഫ് ദ കോമ്പറ്റീഷൻ. നമ്മുടെ കോമ്പറ്റീഷൻ്റെ നേച്ചർ എന്താണ്, നമ്മുടെ മാർക്കറ്റിലുള്ള നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട്. നെക്സ്റ്റ് ഈസ് അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ്, അഡ്വർടൈസിങ്ങിലുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. നെക്സ്റ്റ് ഈസ് കോസ്റ്റ് ഓഫ് മീഡിയം. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ മീഡിയത്തിന്, ചൂസ് ചെയ്യുന്ന മീഡിയത്തിന് വരുന്ന കോസ്റ്റ് എത്രത്തോളമാണ്. നമ്മുടെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സെലക്ടിങ് ദ മീഡിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കൈൻഡ്സ് ഓഫ് അഡ്വർടൈസിങ് മീഡിയ. ഏതൊക്കെയാണ് അഡ്വർടൈസിങ് മീഡിയ എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, പ്രസ് അഡ്വർടൈസിങ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വൺ. പ്രസ് അഡ്വർടൈസിങ് നമ്മൾ സ്ഥിരം കാണാറുള്ള ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് ആൻഡ് ജേണൽസ് എല്ലാമാണ് പ്രസ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റേഡിയോ അഡ്വർടൈസിങ്, അതുപോലെ തന്നെ ടെലിവിഷൻ അഡ്വർടൈസിങ്, ഫിലിം അഡ്വർടൈസിങ്, ഔട്ട്ഡോർ അഡ്വർടൈസിങ് നമ്മൾ നാഷണൽ ഹൈവേയുടെ ഭാഗത്തൊക്കെ കാണുന്ന പോസ്റ്റേഴ്സ്, പ്രിൻറ്റഡ് ഡിസ്പ്ലേ. ട്രാൻസ്പോർട്ട് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ KSRTCയിൽ, അതുപോലെ തന്നെ ബസ് അഡ്വർടൈസിങ്, നമ്മുടെ ബസ്സുകളിലൊക്കെ നമ്മൾ കാണാറുള്ളതിനാണ് ട്രാൻസ്പോർട്ട് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് സൈൻസ് നമ്മൾ കാണാറുണ്ട്.
രാത്രി കാലങ്ങളിലൊക്കെ പ്രത്യേക സ്ക്രീൻ വെച്ചിട്ട് പരസ്യം മാത്രം ചെയ്യുന്നത്. അതിനെയാണ് ഇലക്ട്രിക് സയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇ അഡ്വർടൈസിങ്. വാട്ട് ഈസ് ഇ അഡ്വർടൈസിങ് എന്നുള്ളതാണ് നെക്സ്റ്റ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് പ്രൊമോഷൻ ദാറ്റ് യൂസസ് ദ ഇൻ്റർനെറ്റ് ഓർ വേൾഡ് വൈഡ് വെബ്. നമുക്കറിയാം ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് അഡ്വർടൈസ് ചെയ്യുന്നതിനെയാണ് ഈ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അണ്ടർ ഈ അഡ്വർടൈസിങ് ദ മെസ്സേജസ് ക്യാൻ ബി പബ്ലിഷ്ഡ് ക്വിക്ക്ലി. നമ്മുടെ മെസ്സേജ് പെട്ടെന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ അഡ്വർടൈസിങ്ങിൻ്റെ പ്രത്യേകത. അഡ്വർടൈസിങ് ഏജൻസി എന്താണ്? അഡ്വർടൈസിങ് ഏജൻസി എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അഡ്വർടൈസിങ് ഏജൻസി ആർ സർവീസ് ഓർഗനൈസേഷൻ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് അഡ്വർടൈസിങ്. മോസ്റ്റ് ഓഫ് ദ മാനുഫാക്ചേഴ്സ് ആർ ഡിപ്പെൻഡിങ് ഓൺ അഡ്വർടൈസിങ് ഏജൻസീസ് ടു മാനേജ് ദെയർ അഡ്വർടൈസിങ് ക്യാമ്പയിൻ. നമ്മുടെ അഡ്വർടൈസിങ് ക്യാമ്പയിന് വേണ്ടിയിട്ട് നമ്മളൊരു തേർഡ് പാർട്ടിയെ, ഒരു ടീം, ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവർ അഡ്വർടൈസിങ് മേഖലയിൽ കഴിവ് തെളിയിച്ചവരായിരിക്കാം. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു തേർഡ് പാർട്ടി അഡ്വർടൈസിങ് ഏജൻസിയെ നമ്മൾ സമീപിക്കുന്നതിനാണ് അഡ്വർടൈസിങ് ഏജൻസി എന്ന് പറയുന്നത്. അഡ്വർടൈസിങ് ഏജൻസി ആർ സർവീസ് ഓർഗനൈസേഷൻ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് അഡ്വർടൈസിങ്. മോസ്റ്റ് ഓഫ് ദ മാനുഫാക്ചേഴ്സ് ആർ ഡിപ്പെൻഡിങ് അഡ്വർടൈസിങ് ഏജൻസീസ് ടു മാനേജ് ദെയർ അഡ്വർടൈസിങ് ക്യാമ്പയിൻ. നെക്സ്റ്റ് ഈസ് അഡ്വർടൈസിങ് ബഡ്ജറ്റ്. എന്താണ് അഡ്വർടൈസിങ് ബഡ്ജറ്റ്? നമ്മൾ കഴിഞ്ഞ കുറേ സ്റ്റെപ്പിൽ ഡിറ്റർമിനിങ് അഡ്വർടൈസിങ് ബഡ്ജറ്റ് എന്നും സെറ്റിംഗ് അഡ്വർടൈസിങ് ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ അഡ്വർടൈസിങ് ബഡ്ജറ്റ് എന്താണെന്നും പറഞ്ഞിരുന്നു. ആൻഡ് ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് അഡ്വർടൈസിങ് ബഡ്ജറ്റ് എന്നുള്ളതാണ്. ആൻഡ് അഡ്വർടൈസിങ് ബഡ്ജറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് എ കമ്പനീസ് പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ ഓവർ എ സർട്ടൈൻ ടൈം ഓഫ് പീരീഡ്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് എന്ത്, കമ്പനിയുടെ പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചറിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഓവർ എ സർട്ടൈൻ പീരീഡ് ഓഫ് ടൈം. ഒരു 6 മാസത്തേക്ക്, ഒരു വർഷത്തേക്ക് നമ്മൾ നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്. ഇതൊരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ആയിരിക്കും. ദാറ്റ് ഷോസ് ദ ടോട്ടൽ എമൗണ്ട് ടു ബി സ്പെൻഡ്. എത്ര എമൗണ്ടാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ആൻഡ് ലിസ്റ്റ് ദ വേ, ഏതൊക്കെ വഴിയിലൂടെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു എമൗണ്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും ഇതിനെക്കുറിച്ച് പറയുന്നതിനെയാണ് അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇവാലുവേഷൻ ഓഫ് അഡ്വർടൈസിങ് ഓർ അഡ്വർടൈസ് എഫക്റ്റീവ്നെസ്. നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുക. എങ്ങനെയാണ് അഡ്വർടൈസിങ് എല്ലാം എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത് പറഞ്ഞിരുന്നത്. മെത്തേഡ്സ് ഓഫ് മെഷറിങ് അഡ്വർടൈസിങ് എഫക്റ്റീവ്നെസ്. ഏതൊക്കെ മെത്തേഡിലൂടെ? പ്രീ ടെസ്റ്റ് മെത്തേഡ് ഉണ്ട്. പ്രീ ടെസ്റ്റ് ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം. പ്രീ ടെസ്റ്റ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുക എന്നതിന് അതാണ് പ്രീ ടെസ്റ്റ് മെത്തേഡ്. പ്രീ ടെസ്റ്റ് മെത്തേഡ് ഈസ് അണ്ടർടേക്ക് ടു ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ബിഫോർ പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ. നമ്മൾ ഡിഫറെൻറ്റ് മീഡിയയിൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ആക്ടിവിറ്റീസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് പ്രീ ടെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു നോ ദ ലൈക്ലി റെസ്പോൺസ് ഓഫ് ദ അഡ്വർടൈസ്മെൻറ്റ് ഓൺ ദ കൺസ്യൂമേഴ്സ്. അത് എന്തിനു സഹായിക്കും? കൺസ്യൂമേഴ്സിനെ, മാനേജ്മെൻറ്റിന് കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് അറിയുന്നതിന് വേണ്ടി സഹായിക്കും. എങ്ങനെയല്ലാണ് പ്രീ ടെസ്റ്റ് മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കൺസ്യൂമർ ജൂറി മെത്തേഡ്. നമ്മൾ ഇതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളെ വെച്ച്, അതായത് അഡ്വർടൈസ്മെൻറ്റിൽ കൂടുതൽ പരിചയമുള്ള ആളുകളെ വെച്ചിട്ട് നമ്മൾ അവരുടെ ഒപ്പീനിയൻസ് ചോദിച്ചിട്ട് മനസ്സിലാക്കും. നെക്സ്റ്റ് ഈസ് പോർട്ട്ഫോളിയോ ടെസ്റ്റ്. Portfolio test means the advertisement to be tested in shown with a series of other advertisement and other viewers are asked to give their liking to the മറ്റുള്ള അഡ്വർടൈസ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിനെ താരതമ്യം ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് റീഡബിലിറ്റി സ്റ്റഡീസ്, മെക്കാനിക്കൽ ടെസ്റ്റ്, സർവേ ഓർ ഇൻ്റർവ്യൂ മെത്തേഡ്. ഇതെല്ലാമാണ്
പ്രീ ടെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പോസ്റ്റ് ടെസ്റ്റ് മെത്തേഡ്. നമ്മൾക്കറിയാം പോസ്റ്റ് ടെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് ആക്ടിവിറ്റീസ് കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് പോസ്റ്റ് ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. പോസ്റ്റ് ടെസ്റ്റിംഗ് ഈസ് അണ്ടർടേക്കൺ ടു അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസ് ആഫ്റ്റർ ഇറ്റ് പ്രസൻറ്റഡ് ടു ദ കൺസ്യൂമേഴ്സ്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൺസ്യൂമേഴ്സിന് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് വെദർ ദ അഡ്വർടൈസ്മെൻറ്റ് ഹാസ് മെറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് പോസ്റ്റ് ടെസ്റ്റ് മെത്തേഡ്. ദറ്റ് ഈസ് എൻക്വയറി ടെസ്റ്റ് മെത്തേഡ്, റെക്കഗ്നിഷൻ, റീകോൾ ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമ്മൾ എൻക്വയറി ചെയ്യും ഓരോ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സർവേ നടത്തും. റെക്കഗ്നിഷൻ ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നെക്സ്റ്റ് ഈസ് കൺകറൻറ്റ് ടെസ്റ്റ്. വാട്ട് ഈസ് കൺകറൻറ്റ് ടെസ്റ്റ് എന്നുള്ളതാണ്. കൺകറൻറ്റ് ടെസ്റ്റ് refers to testing the effectiveness of an advertisement campaign while it is progress. The advertisement it is evaluate are done simultaneously. കൺകറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് പ്രീ ടെസ്റ്റ് ആയിരുന്നു, അതായത് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് പോസ്റ്റ് ടെസ്റ്റ്, അതായത് നമ്മുടെ പോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത്. കൺകറൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്നതിനെയാണ് കൺകറൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസും പറഞ്ഞു. എങ്ങനെയാണ് പ്രൊമോഷണൽ, എന്താണ് പ്രൊമോഷണൽ മിക്സ് എന്ന് പറഞ്ഞു. പ്രൊമോഷണൽ മിക്സിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയാസ് പഠിച്ചു. അത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെത്തേഡ്സ് പറഞ്ഞു. എങ്ങനെയാണ് അതിനെല്ലാം ഇവാലുവേറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ച് പഠിച്ചു. താങ്ക് യു.